ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെൽ ബയോളജി ആൻഡ് ബയോകെമിസ്ട്രി എന്ന് പറയുന്ന പേപ്പറിൽ സെൽ ബയോളജി ആൻഡ് ബയോകെമിസ്ട്രി എന്ന് പറയുന്ന പേപ്പറിൻ്റെ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം 60 മാർക്കിനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 2 മണിക്കൂറാണ് നമുക്കുള്ള ടൈം. അതിൽ സെക്ഷൻ എയിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ടോട്ടൽ സീലിംഗ് വരുന്നത് 20 മാർക്കാണ്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എഴുതാം എ സെക്ഷനിൽ. ഓക്കെ, അതിൽ വരുന്ന ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ ഈസ് എ പവർ ഹൗസ് ഓഫ് സെൽ. വൈ? മൈറ്റോകോൺട്രിയനെ സെല്ലിൻ്റെ പവർ ഹൗസ് ആണെന്നാണ് പറയുന്നത്, എന്തുകൊണ്ട് എന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ വന്നത് എന്താണ് വാക്യൂൾ, അതിൻ്റെ ഫങ്ഷൻ എന്താണ്? എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊതുവേ വരുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് പോളിപ്ലോയിഡും മന്യൂപ്ലോയിഡും എന്ത് ചെയ്യുക, ഡിസ്റ്റിങ്വിഷ് ചെയ്യുക. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ എന്താണ് ലിപ്പിഡ്സ്, ലിപ്പിഡ്സിൻ്റെ എക്സാമ്പിൾ. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ ഏത് പോർഷൻ ആയാലും, ഇപ്പോൾ മൈറ്റോകോൺട്രിയ എന്നുള്ള ക്വസ്റ്റ്യൻ മുൻപുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉണ്ട്. അതായത് മൈറ്റോകോൺട്രിയനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ സ്ട്രക്ചർ വരയ്ക്കാനായിരിക്കും. അപ്പോൾ എല്ലാ ഭാഗവും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത് വന്നിട്ടുള്ളത് ഇൻ്റർഫേസിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് എന്തൊക്കെയാണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, അതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി വരുന്നത് ക്രോസിംഗ് ഓവറിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഏത് സ്റ്റേജിലാണ്, ഏത് മൈറ്റോട്ടിക് സ്റ്റേജിലാണ് ഈ ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ഇതും റിപ്പീറ്റഡ് ആണ്, 2023 ഇതേ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ വന്നത് എന്താണ് സെൻട്രിയോൾസിൻ്റെ സെല്ലിലുള്ള റോൾ എന്താണ്, സെൻട്രിയോൾസിൻ്റെ സെല്ലിലുള്ള റോൾ എന്താണെന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അത്രത്തോളം നമ്മൾ ഡീപ്പായിട്ട് എഴുതില്ലെങ്കിൽ ഒന്ന് ബ്രീഫായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മുടെ ബയോ കെമിസ്ട്രീൻ്റെ ഭാഗത്തുനിന്ന് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു, ലിപ്പിഡിൻ്റെ ക്വസ്റ്റ്യൻ വന്നു. അതല്ലാതെ എന്താണ് ന്യൂക്ലിയോടൈഡ്, അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ചേർന്നിട്ടാണ് ന്യൂക്ലിയോടൈഡ് ഉണ്ടാകുന്നത് എന്ന് എഴുതാനാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ എന്താണ് കോഎൻസൈം, അതിനൊരു എക്സാമ്പിൾ കൊടുക്കുക. എന്താണ് ഡൈപെപ്റ്റൈഡ്സ്, ഡൈപെപ്റ്റൈഡ്സ് ഒക്കെ റിപ്പീറ്റഡ് ആണ്, കോഎൻസൈം അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ IUP നോമൻക്ലേച്ചർ പ്രകാരം എൻസൈമിൻ്റെ മേജർ ക്ലാസ്സസ് ഏതൊക്കെയാണ്, അതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നത്. ഓക്കെ, പിന്നെ മോണോസാക്കറൈഡും ഒലിഗോസാക്കറൈഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അത്രയാണ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എ സെക്ഷനിൽ വരുന്നത്. ഇനി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്രോമസോമിൻ്റെ സ്ട്രക്ചർ ഡ്രോ ചെയ്യുക, ക്രോമസോമിൻ്റെ ടൈപ്സിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിൻ്റെ മോർഫോളജി വെച്ചിട്ട് ക്രോമസോമിൻ്റെ ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യും. അതാണ് ആദ്യത്തെ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് പ്ലാസ്മ മെമ്പറൈൻ്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ലേബൽഡ് ഡയഗ്രാം ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇതും റിപ്പീറ്റഡ് ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് എൻസൈം ഇൻഹിബിഷൻ്റെ ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ വന്നിട്ടുള്ളത് ലേബൽഡ് ഡയഗ്രാം ഉപയോഗിച്ചിട്ട് നമ്മൾ പോളിറ്റീൻ ക്രോമസോമിനെ അതിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ള സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്, പ്ലാന്റ്സിലെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൻ്റെ റോൾസ് എന്തൊക്കെയാണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ ലെവൽസ്, ഇതും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്. എന്ത്, പ്രോട്ടീൻ്റെ സ്ട്രക്ചറൽ ലെവൽ ഓരോന്നിനും എന്ത് ചെയ്യാം, എക്സാമ്പിൾ കൊടുക്കുക. ഇപ്പോൾ 3D അതിനൊക്കെ എന്താണ് എക്സാമ്പിൾ കൊടുക്കുക. ഓക്കെ, പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്, ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അത് നോക്കി വയ്ക്കാം. ഓക്കെ, ഇനി 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേരിയസ് ഫേസസ് ഓഫ് എക്സ്പ്ലെയിൻ വേരിയസ് ഫേസസ് ഓഫ് മൈറ്റോസിസ് വിത്ത് ലേബൽഡ് ഡയഗ്രാം. ലേബൽഡ് ഡയഗ്രാം ഉപയോഗിച്ചിട്ട് മൈറ്റോസിസിൻ്റെ വേരിയസ് ഫേസുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക, അതിൻ്റെ സിഗ്നിഫിക്കൻസും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൻ്റെ മുന്നേ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ആ സെൽ ഡിവിഷൻ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ സെൽ സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റിൻ്റെ
ക്ലാസിഫിക്കേഷനും അതിൻ്റെ കെമിസ്ട്രീനെയും കുറിച്ച് ഒരു എസ്സേ എഴുതാനാണ് വന്നിട്ടുള്ളത്. കാർബോഹൈഡ്രേറ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു പോർഷനാണ്. ഓക്കെ, ഒരു പക്ഷേ ചിലപ്പോൾ എന്താണ് സ്ട്രക്ചർ ആയിരിക്കാം ചോദിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഫങ്ഷൻ എന്താണ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നത്. 2021-ലും 2022-ലും 2023-ലും 2024-ലും ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമ്മൾ കടന്നുപോയി. അപ്പം അത്രത്തോളം ടഫുള്ളൊരു പോർഷനല്ല ഇത്. അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ചെയ്യാം. ഓക്കെ, 2024-ലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം ടഫാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അത്രത്തോളം ടഫല്ല. അത്യാവശ്യം നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് 2024-ലും വന്നിട്ടുള്ളത്. ഈ ഒരു സെൽ ബയോളജി ആൻഡ് ബയോകെമിസ്ട്രി എന്നുള്ള പോർഷൻസ് വലിയ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, ഈ 2025-ൽ പുതിയ മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.